ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 106 മണ്ണിൽ പുതഞ്ഞവരുടെ എണ്ണം എത്രയെന്ന് തിട്ടപ്പെടുത്താനാകാതെ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും ആ ദുരന്തമുഖത്ത് ഓരോ പാദം വയ്ക്കുമ്പോഴും അവിടെ പുതഞ്ഞുപോയ മണ്ണിനടിയിൽ ആരൊക്കെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഉള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത്, മറ്റു ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ താൽക്കാലികമായ പാലവും താൽക്കാലിക സംവിധാനങ്ങളും ഒരുക്കി രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററിലടക്കം കൊണ്ടുപോകുന്ന കാഴ്ച ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. പല ഭാഗങ്ങളിലായി മുണ്ടക്കൈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായിരുന്നു രാവിലെ മുതൽ നമ്മുടെ ഏറ്റവും വലിയ ആശങ്കയായി നിന്നത്. ഒരു ഭാഗം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം, അങ്ങോട്ടേക്ക് പോകാനുള്ള പാലം ഒലിച്ചുപോയ ഒരു സാഹചര്യം, അവിടത്തേക്ക് താൽക്കാലിക പാലം എന്തായാലും താൽക്കാലിക സംവിധാനം എന്തായാലും സൈന്യത്തിന് എത്തിക്കാനായി സൈന്യം അവിടെ എത്തി ഓരോരുത്തരെയായി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരെ ആ പ്രദേശത്ത് നിന്ന്, മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്ഥലത്ത് എന്തായാലും ഹെലികോപ്റ്ററിന് മുണ്ടക്കൈ പ്രദേശത്ത് ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നത് ആശ്വാസകരമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പക്ഷേ നമ്മൾ കണ്ട കാഴ്ച സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ മൃതദേഹം ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ച, പുഴയിൽ ഒഴുകിയെത്തുന്ന കാഴ്ച ഒരുപക്ഷെ കേരളം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. 2018 പ്രളയത്തിന് ശേഷം ഇതുപോലെ കേരളം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. 16 മൃതദേഹങ്ങളാണ് ചാലിയാറിൽ മാത്രം ഒഴുകിയെത്തിയത്. അതാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മെ വെളിവാക്കുന്ന ഒരു സാഹചര്യം. ചൂരൽമലയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ചൂരൽമല അങ്ങാടി, ആ പ്രദേശം സമതല പ്രദേശമായിരുന്ന ഒരു പ്രദേശമാകെ തന്നെ മണ്ണിൽ പുതയുന്ന ഒരു സാഹചര്യം. അവിടെ നിന്ന് ഒരുപാട് മൃതദേഹം രാവിലെ രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കുന്നു. അവിടെയാണ് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി പിന്നീട് കേരളം കേട്ടത്. പിന്നീട് മനസ്സിലാകുന്നു അവിടെ നിന്നും കിലോമീറ്ററുകൾ അകലെ ചാലിയാറിലൂടെ മൃതദേഹം ഒഴുകിയെത്തുന്ന കാഴ്ചകൾ. പിന്നീട് പോത്തുകല്ല്, അത് മലപ്പുറം ജില്ലയിലാണ്. എത്രയോ കിലോമീറ്റർ അകലെ ആളുകളുടെ ശരീരഭാഗങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു. അത് ഒന്നൊന്നായി ആളുകളെ തിട്ടപ്പെടുത്തി ഇപ്പോൾ 106 ആ മരണസംഖ്യ എത്തുന്നു. ഇനിയും തിട്ടപ്പെടുത്താനാകാത്ത തരത്തിൽ, ആളുകളെ തിരിച്ചറിയാനാകാത്ത തരത്തിൽ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ ആശുപത്രിയിലുണ്ട്. ഇപ്പോഴും ആരാണ് മരിച്ചത് എന്നറിയാതെ ഈ രക്ഷാപ്രവർത്തകർക്കിടയിലൂടെ തങ്ങളുടെ നഷ്ടപ്പെട്ട ആളുകളെ തേടി നാട്ടുകാരായ ആളുകൾ ഓടി നടക്കുന്ന കാഴ്ച ആശുപത്രിയിലും സമീപ പ്രദേശത്തെല്ലാം കാണാം. അതുതന്നെയാണ് വേദനിപ്പിക്കുന്ന കാഴ്ച. നഷ്ടപ്പെട്ടവരുടെ എണ്ണമുണ്ട്, പക്ഷേ ഇതുവരെ ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ, രക്ഷപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ, മരിച്ചവരുടെ കൂട്ടത്തിൽ അവരില്ലാത്തതിൻ്റെ ആശങ്കയിൽ ഓരോ നിമിഷവും ഓരോ ആളുകളെയും തേടി നടക്കുന്ന ആളുകളെ നാട്ടുകാരെ നമുക്കവിടെ കാണാം. എന്തായാലും വലിയ ഒരു ജനക്കൂട്ടം താമസിച്ചിരുന്ന വലിയൊരു ജനപ്രദേശം, അത് ഒന്നാകെ മണ്ണിൽ ചെളിയിൽ പുതയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ബെൻസൺ ചേരുകയാണ്. ബെൻസൺ, എന്തായാലും സൈന്യത്തിന് ഹെലികോപ്റ്റർ സമീപത്ത് ലാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ആ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? രുചീഷ്, ഇപ്പോൾ ഈ പാലം തകർന്നതിന്റെ മറുകരയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് പരിക്കേറ്റ ആളുകളെ അത്തരത്തിൽ ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ കേരള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ റോപ്പ് വേ സംവിധാനത്തിലൂടെ ആളുകളെയും മൃതശരീരത്തെയും പുഴയ്ക്ക് മറുകരയിലേക്ക് എത്തിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മറുവശത്ത് ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് ആളുകളെ മറുകരയിലേക്ക് എത്തിക്കുന്നത് കാണാം. അതായത് ലഭ്യമായ സേനകളുടെ എല്ലാം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി ആളുകളെ സുരക്ഷിതരായി മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നതിന്റെ നേർക്കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നേരം കാലാവസ്ഥ പ്രശ്നമുണ്ടായിരുന്നു, പ്രതികൂല കാലാവസ്ഥയായിരുന്നു. അതിനാലായിരുന്നു ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ സാധിക്കാതിരുന്നത്, ലാൻഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. എന്നാൽ കാലാവസ്ഥ അനുകൂലമായതോടുകൂടി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയും പരിക്കേറ്റ് ഈ മറുഭാഗത്തുണ്ടായിരുന്ന ആളുകളെ, പരിക്കേറ്റ് കിടക്കുകയായിരുന്ന ആളുകളെ ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ജീപ്പുകളിലായി മറുകരയിൽ നിന്നും ആളുകളെ ഈ കരയ്ക്ക് സമീപത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഈ റോപ്പ് വേ സംവിധാനത്തിലൂടെ ആളുകളെ മറുകരയിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള ഈ പ്രവർത്തനം നടക്കുന്ന സമീപത്തേക്ക് ജീപ്പുകളിലായി ആളുകളെ എത്തിക്കുന്നുണ്ട്. ഇതിനാണ് ഈ പരിക്കേറ്റ ആളുകളുള്ളത്. അവരെയാണ് ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനത്തിലൂടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ ചികിത്സയ്ക്കായും മാറ്റുന്നത്. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ഈ റോപ്പ് വേയിലൂടെ ആളുകളെ ഈ മറുകരയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൽ വൃദ്ധരായ ആളുകളുണ്ട്, കുട്ടികളായ ആളുകളുണ്ട്. ഇവരെ എല്ലാവരെയും മറുകരയിൽ എത്തിച്ച് ഉടനെ തന്നെ ആംബുലൻസിന്റെ സഹായത്തോടെ ചികിത്സ
ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ മിലിറ്ററിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ താൽക്കാലിക പാലത്തിലൂടെ ആളുകളെ മറുകരയിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്നത്. നേരത്തെ എസ്റ്റേറ്റിലെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കേട്ടിരുന്നു 200-ലധികം വരുന്ന ആളുകളെ നിലവിൽ ഇപ്പോൾ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ ആ ആളുകളായിരിക്കാം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ ആയിരിക്കാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അവരെല്ലാവരും തന്നെ നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ തൊഴിലാളികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരെ ഉടൻ തന്നെ മറ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക്, അതായത് ഇവർക്കായി തയ്യാറാക്കിയിട്ടുള്ള ക്യാമ്പുകളുണ്ട്, അവിടേക്ക് മാറ്റണം. അതുപോലെ തന്നെ ഇതിൽ ചികിത്സ ആവശ്യമുള്ള ആളുകളുണ്ട്, അവരെ ഈ ഹോസ്പിറ്റൽ സംവിധാനം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിയിലും അതുപോലെ തന്നെ പള്ളിയിലും അടക്കമായി ഹോസ്പിറ്റൽ സംവിധാനം, അടിയന്തര ഹോസ്പിറ്റൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആവശ്യമുള്ള മേഖലകളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ എയർപോർട്ടിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ വഴിയും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ റോപ്വേ സംവിധാനത്തിലൂടെയും മിലിറ്ററിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലമടക്കം നിർമ്മിച്ച് ആളുകളെ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചൂരൽമലയെയും മറുകരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പൊളിഞ്ഞ ആ പ്രദേശത്താണ്. എന്നാൽ ചൂരൽമലയിൽ ഈ വെള്ളം ഒലിച്ചു വന്ന് ആളുകൾ വീടും കുടുംബവും നഷ്ടപ്പെട്ട ആ പ്രദേശത്ത് നമ്മൾ നേരത്തെ രാവിലെ മുതലേ ഉണ്ടായിരുന്ന ആ പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. പരമാവധി ഇരുട്ട് മൂർച്ഛിക്കുന്നത് വരെ അവിടെ തിരച്ചിൽ തുടരാൻ തന്നെയാണ് നിലവിലുള്ള തീരുമാനം. കാലാവസ്ഥ പ്രതികൂലമാകുന്നത് വരെ അവിടെ തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോഴും സന്നദ്ധ സേനാ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും NDRFിന്റെയും നേതൃത്വത്തിൽ അവിടെ തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അവിടെ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ 100-ന് മുകളിൽ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. അതിൽ തന്നെ മലപ്പുറത്ത് നിന്നടക്കം ഇവിടുത്തെ അപകടത്തിൽപ്പെട്ട് ഒഴുകിയെത്തിയ ആളുകളുടെ മൃതദേഹം മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം കിട്ടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ആ ഒരു വലിയ അപകടത്തിന്റെ ഭയത്തിൽ വിറച്ചു നിൽക്കാതെ ആ ഒരു പ്രതിസന്ധിയെ നിശ്ചയദാർഢ്യത്തോടുകൂടി മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പരമാവധി വേഗത്തിൽ കഴിയുന്നത്രയും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക, പരമാവധി ആളുകളെ ജീവൻ രക്ഷിക്കുക, ആളുകൾക്ക് അവർക്ക് ആവശ്യമായ അടിയന്തര സഹായങ്ങൾ എത്തിക്കുക എന്നിങ്ങനെ എല്ലാ തരത്തിലും ഇവിടെ ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു നാടൊന്നാകെ നിലകൊള്ളുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും നേരം ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമായതിന്റെ പേരിൽ ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാനും ഇവാക്യുവേഷൻ അടക്കം നടത്താനും പറ്റാണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായതോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയും പരിക്കേറ്റ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് മാറ്റുന്നതുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ